എനിക്ക് പേടിയാകുന്നു. ഇനി നമുക്ക് നേരിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഏട്ടന്റെ സ്വന്തം സുപ്രിയ. ഇതൊക്കെ നുണയാണ്, കെട്ടുകഥയാണ് ഇതെല്ലാം. സത്യം എപ്പോഴും കെട്ടുകഥകളെക്കാൾ അവിശ്വസനീയമായിരിക്കും എന്ന് കരുതി സത്യം സത്യമല്ലാതാവുന്നില്ലല്ലോ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. എന്റെ മോന് ജയിലാക്കാൻ ആരും ഉണ്ടാക്കിയ കള്ളക്കഥയായത്. ഇവരത് ചെയ്യില്ല, എനിക്കറിയാം. സുപ്രിയയും എന്റെ മോൻ തമ്മിലുള്ള സ്നേഹം അറിഞ്ഞ അമ്മയാ ഞാൻ. ഇത് ചതിയാ. നിങ്ങൾ ചതിക്കുക. പറയും, ആർക്കു വേണ്ടി, ആർക്കു വേണ്ടിയാ എന്റെ മോന് ജയിലടക്കാൻ നോക്കുന്നത്? പറയടാ, പറയാൻ പറ. എന്റെ മോനെ ദ്രോഹിച്ചാൽ ഒറ്റത്തിനെ വെറുതെ വിടത്തില്ല ഞാൻ. ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്നിട്ട് എന്റെ മോനെ ചതിക്കുന്ന നീയാ. പറയടാ, പറയാൻ. സ്റ്റോപ്പ് ഇറ്റ്. വ്യക്തിപരമായ ബന്ധങ്ങൾ ഈ അറസ്റ്റിന് തടസ്സമാകരുത്. DK അറസ്റ്റ് ചെയ്യാൻ വാറന്റുമായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ദയവീത് ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത്. മോനെ, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവിനാഷ്, അറസ്റ്റ്. ഇപ്പൊ മനസ്സിലായില്ലടാ DK, കാക്കിയുടെ പവർ എന്താണെന്ന്. അന്ന് നീ എന്റെ കരണത്തടിച്ചു. ഇന്ന് ഞാൻ നിന്റെ കയ്യിൽ വിലങ്ങ് വെക്കാൻ പോകും. കുടുംബത്തെ അപമാനിക്കരുത്. DK ഒരിക്കലും ഇത് ചെയ്യില്ല. DKക്കെതിരെ തെളിവുണ്ടാക്കാൻ എന്നെ സഹായിച്ചിട്ട് ഇപ്പൊ നീ അവന് വേണ്ടി വാദിക്കുകയാണോ? എനിവേ, താങ്ക്സ് ജ്യോതി, ആ ലോക്കർ എടുത്തു തരാൻ എന്നെ സഹായിച്ചതിന്. കുറ്റവാളി സ്വന്തം ഭർത്താവ് തന്നെയാണെന്ന് അറിഞ്ഞിട്ടും തെളിവ് ശേഖരിച്ചു തരാൻ നീ കാണിച്ച സന്മനസ്സിന് നന്ദി. ഇനി വരുന്ന വാർത്തകളിൽ പോലീസിനെ സഹായിച്ച നിന്റെ പേരുകൂടി ചേർക്കാൻ ഞാൻ പ്രത്യേകം പറയാം. DK, come.
ഞാൻ അറിഞ്ഞില്ല. ഞാൻ നിന്നെ ഇതുവരെ എന്റെ ഭാര്യയായി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ മരുമക്കൾ നിന്നെ അമ്മായിയമ്മയായി അംഗീകരിച്ചിട്ടുമില്ല. പക്ഷെ നിന്നെ മരുമകളായി കണ്ട് സംരക്ഷിച്ച ഒരു അമ്മയുണ്ട് ഈ വീട്ടിൽ. ആ അമ്മ തന്ന സ്നേഹം പോലും നീ മറന്നു. എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ തെളിവെടുത്ത് കൊടുത്തിട്ടില്ല. സംഭവിച്ചതൊക്കെ ഞാൻ പറയാം. ഞാനല്ല DK. നീ ചതിച്ചത് എന്നെയല്ല, എന്റെ അമ്മയാ. അമ്മേ, അമ്മ വിഷമിക്കണ്ട. ഒരു ഓഡിയോ ക്ലിപ്പിന്റെ ബലത്തിൽ ഇവർക്കെന്നെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല. ഞാൻ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇവരല്ല, കോടതിയാ. അവിടെ സത്യം മാത്രമേ ജയിക്കൂ. ചതിയന്മാർ തോൽക്കുക തന്നെ ചെയ്യും. മോനെ അമ്മേ, ഈ ജന്മം മുഴുവൻ നിന്നെ ഭജിച്ചവളല്ലേ കണ്ണാച്ച. എന്നിട്ടും നീ ചതി എന്നോട് ചെയ്തല്ലോ എന്റെ കണ്ണ. അമ്മ, എടി തൊട്ടു പോരുത് നീ. അമ്മേ, എണീക്കടി, എണീക്കാൻ. മാറി നിക്ക് നീ. DK ചതിച്ചവളാ നീ. അല്ല മായെ, ഞാൻ ചതിച്ചിട്ടില്ല. ഞാൻ DK രക്ഷിക്കാനാ നോക്കിയത്. എന്നെ ഒന്ന് വിശ്വസിക്ക. അമ്മ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. കേൾക്കാൻ മനസ്സ് കാണിക്കണം. സംഭവിച്ചതെല്ലാം ഞാൻ പറയാം. അമ്മയുടെ മോനെ ഞാൻ മനഃപൂർവ്വം ചതിച്ചിട്ടില്ല. അമ്മ 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 ഞാൻ പറയുന്നൊന്ന് കേക്കമ്മ. ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മ. അമ്മ, എന്നെ വിശ്വസിക്കാമ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ തുടരുതന്നെ. അമ്മ, എല്ലാം ഞാൻ പറയാം. ആ ജയരാമൻ എന്നെ ചതിച്ചതാ അമ്മ. ഇതിനേക്കാളും നല്ലൊരു അവസരം ഇനി കിട്ടില്ല. ഇന്നത്തോടെ അവളെ ഇവിടുന്ന് പറിച്ചെറിയണം. ഇനി ഒരിക്കലും
അവൾ ഈ പടി ചവിട്ടരുത്. വാ. അമ്മ ദയവ് ചെയ്ത് അമ്മ ഞാൻ പറയുന്നൊന്ന് മതി. കേൾക്കണം. നീ ഇനി ഒന്നും പറയണ്ട. ഡി കെയുടെ കൂടെ ജീവിച്ചുകൊണ്ട് നീ ഡി കെ ഒറ്റ കൊടുത്തു. എന്തിനു വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തത്? ആ ജയരാമൻ നിനക്ക് എത്ര പണം തന്നു? ചിത്ര, ഞാൻ ഒരു ചതിയും ചെയ്തിട്ടില്ല. ഓ, നിന്റെ ഏട്ടനല്ലേ അയാളോടൊപ്പം വന്ന് ഡി കെ അറസ്റ്റ് ചെയ്തത്? ഇതിന്റെ സത്യം എന്താന്ന് നീ നിന്റെ ഏട്ടനോട് ചോദിച്ചു നോക്ക്. അമ്മേ, ഇതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചനയുണ്ട്. അതെ, ആ ഗൂഢാലോചനയിൽ നിനക്കുള്ള സ്ഥാനവും ജയരാമൻ കൃത്യമായി പറഞ്ഞു. നിനക്കതിന് അയാൾ താങ്ക്സ് പറഞ്ഞത് ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ? നീ ഡി കെ ചതിച്ചു, ഈ അമ്മയെ ചതിച്ചു. അമരാവതി വീടിനെ ചതിച്ചു. ഇനി ഉണ്ടാകാൻ പോകുന്ന നാണക്കേടിനൊക്കെ ആര് സമാധാനം പറയും? പത്രത്തിലും ചാനലിലും ഒക്കെ വാർത്തയായി. ഇന്നലെ വരെ ബഹുമാനത്തോടെയും ഭയത്തോടെയും ഡി കെ കണ്ടിരുന്നവര് നാളെ മുതൽ പരിഹസിക്കും. ഡി കെ കൊലപാതകി എന്ന് വിളിക്കും. ആരാ അതിന് ഉത്തരവാദി? നീ ഒറ്റ ഒരുത്തിയാ കാരണം. ഡി കെ ചതിച്ചിട്ട് നീ ഇനി വീട്ടിൽ നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അമ്മേ, ഞങ്ങൾ ചെയ്യുന്നത് അവിവേകമാണെങ്കിൽ അമ്മ ക്ഷമിക്കണം. ഡി കെ ഒറ്റ കൊടുത്തോളോട് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇവളെ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. ഇനി ഇവളി അമരാവതിയിൽ വേണ്ട. വാടി ഇങ്ങോട്ട്. അമ്മ, അമ്മ എന്നെ ഇറക്കി വിടരുതെന്ന് പറയാമ്മ. ഈ സംഭവിച്ചത് എന്താന്ന് പറയാൻ എനിക്കൊരു അവസരം തരണം. അത് കഴിഞ്ഞ് ഞാൻ പോയിക്കോളാം. അമ്മ, നീ എത്ര കരഞ്ഞാലും അമ്മ ഇനി നിനക്ക് വേണ്ടി ഒരു വാക്ക് പോലും പറയില്ല. ഈ അമ്മയുടെ മനസ്സിപ്പോ എത്ര വേദനിക്കുന്നുണ്ടെന്നറിയോ? അതിനു മുന്നിൽ നിന്റെ കരച്ചിലിന് ഈ അമ്മ ഒരു വിലയും കൽപ്പിക്കില്ല. ഇത്രയും നാള് അമ്മ നിനക്ക് വേണ്ടി വാദിച്ചു, ഞങ്ങളെക്കാളും നിന്നെ സ്നേഹിച്ചു. പക്ഷേ അമ്മയുടെ മുന്നിൽ നീ സ്നേഹം അഭിനയിച്ചു. തേനിൽ വിഷം ചേർത്ത് നൽകും പോലെ ഉള്ളില് ചതി ഒളിപ്പിച്ച് നീ ഈ വീടിനെ ചതിച്ചു. ഇനി നിന്നെ ഞങ്ങൾ ഈ വീട്ടില് വാഴിക്കില്ല. വാടി. വാ. നിങ്ങൾ നടക്കാനല്ലേ പറഞ്ഞു? ഇറങ്ങടി. Dim dirana 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 dirana. 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 ഓടി ഇവിടെ. ഞാൻ പറയുന്നു ഇങ്ങോട്ട് നടക്ക. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നടക്ക. നീ ഒന്നും പറയണ്ട. ഒന്നും പറയണ്ട. ഇങ്ങോട്ട് പറയാനൊന്ന് കേക്ക്. വാടി ഇങ്ങോട്ട്. വാടി. അമ്മേ. എടി. വാടി ഇങ്ങോട്ട്. വരാൻ. വീടല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. വാടി ഇങ്ങോട്ട്. ഒന്നും പറയണ്ട. നടക്കടി. നടക്കാൻ. എന്റെ കയ്യിൽ നിന്ന് വിട്. ഓടി. ഇവിടെ എന്താ പറയണ്ട. നീ ഇറങ്ങി ഇവിടുന്ന്. ഈ വീടിന് നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഈ നിമിഷം അവസാനിച്ചു. ഇത്രയും നാൾ അമ്മായിയമ്മയുടെ വേഷം കെട്ടി നീ ഇവിടെ ആറാടി തിമിർത്തു. ഇനി മതി. ഞങ്ങൾ നിന്നെ ഇതുവരെ അംഗീകരിക്കാതിരുന്നത് ഡി കെ നിന്നെ അംഗീകരിക്കാതിരുന്നതുകൊണ്ടാ. പക്ഷേ ഡി കെയെ ചതിച്ച് അറസ്റ്റ് ചെയ്യിക്കാൻ വന്നവളാണ് നീയെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. പൊയ്ക്കോ. മേലിൽ നീ പടി ചവിട്ടി പോകരുത്. അവസരം കിട്ടിയപ്പോ
നിങ്ങൾ 3 പേരും കൂടി എന്നെ ഗേറ്റിന് പുറത്ത് പിടിച്ച് തള്ളി. ഇതിന് മറുപടി പറയാൻ എനിക്കിപ്പോ സമയമില്ല. പക്ഷെ ഒന്നും ഓർത്തോ, ഇത്രയും നാളും DK രക്ഷിക്കാൻ തന്നെയാ ഞാൻ ഇവിടെ നിന്നത്. DK എന്റെ ഭർത്താവാ. നീയൊക്കെ എത്ര നിഷേധിച്ചാലും നിയമപരമായി ഞാൻ DKയുടെ ഭാര്യ തന്നെയാടി. DK ഞാൻ രക്ഷിക്കും. DKയോടൊപ്പം മാത്രമേ ജ്യോതി ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരൂ. അതുവരെ ചതിച്ചവളെന്നോ വഞ്ചിച്ചവളെന്നോ എന്ത് വേണേലും എന്നെ വിളിക്കാം. പക്ഷെ ഒരു ദിവസം എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും. അന്ന് നീയൊക്കെ തന്നെ എനിക്ക് വേണ്ടി ഈ ഗേറ്റ് തുറന്നു തരും. ഓടി. അങ്ങനെയാ ശല്യം ഒഴിഞ്ഞു. ഇതുവരെ നമ്മൾ ചെയ്തതിനെ ആരും കുറ്റം പറയില്ല. ഇനി എത്രയും വേഗം DK രക്ഷിച്ചേ പറ്റൂ. അവനാശേ സർ, ആ വിലം കഴിച്ചേക്ക്. ഇങ്ങനൊരു തിരിച്ചടി കിട്ടുമെന്ന് നിങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? നിങ്ങളുടെ മുഖത്തെ പരിഹാസത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാകണ്ടിരിക്കെ. പക്ഷേ ഇത്തവണ നിങ്ങൾ കുടുങ്ങും. നിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് ചെയ്യാ. നീ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. എന്റെ ധാരണകളെല്ലാം വളരെ കൃത്യമാണ് DK. ഇത്രയും നാൾ ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ അനിയത്തിയുടെ മരണം ആത്മഹത്യയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടും ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. അതിന്റെ പിന്നിൽ ദുരൂഹമായി എന്തോ ഉണ്ടെന്ന് എനിക്ക് അന്നേ ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അൺഒഫീഷ്യലായ ഒരു അന്വേഷണം ഞാൻ നടത്തിയത്. അതിനെനിക്ക് നിങ്ങളുടെ വീടിനകത്തുനിന്ന് സഹായത്തിന് ഒരാളെ വേണമായിരുന്നു. ജ്യോതിയുടെ അച്ഛനെ ജയിലിലടയ്ക്കുമെന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി ഞാൻ അവളെ എന്റെ കൂടെ നിർത്തി. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ അവള് മനഃപൂർവ്വം ചതിച്ചൊന്നുമല്ല. ജ്യോതി ഇതെല്ലാം ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാ. ഈ ദിവസത്തിന് വേണ്ടിയാണ് DK
ഞാൻ കാത്തിരുന്നത്. ഞാനും കാത്തിരുന്നത് ഇതുപോലൊരു ദിവസത്തിന് വേണ്ടിയാ. ഇതുപോലെ ഒരു കേസിൽ കുടുങ്ങി DK എന്നെങ്കിലും എന്റെ മുന്നിൽ വരുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അതായിപ്പോ യാഥാർത്ഥ്യമായത്.